നമസ്കാരം. ഇപ്പോൾ പുതിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അനുമോളെ കുറിച്ചാണ്. അനുമോളാണെങ്കിൽ ലാലേട്ടന്റെ അമ്മ മരിച്ച ദിവസം അവർ അമ്മയെ കാണാൻ ലാലേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. അതിനുശേഷം തിരിച്ചു ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ അലൻ ജോസ് പരേരയും അതിന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പൊ പുതുതായിട്ട് ഒരു പെൺകുട്ടി കൂടെ കൂടിയിട്ടുണ്ട്. എനിക്കൊന്ന് പമ്പയെന്നോ അങ്ങനെ എങ്ങാണ്ടാണ് പേര്. പമ്പയുടെ കൂടെ അലൻ ജോസ് പരേരയെ കണ്ടപ്പോഴത്തേക്ക് ഈ പറയുന്ന അനുമോള് ചിരിച്ചു എന്നുള്ളതാണ് വിഷയം. ആ വീഡിയോ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കണ്ടപ്പോൾ അതിനകത്ത് ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് അനുമോൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അലൻ ജോസ് പെരേരയുടെ ആ ഒരു വരവ് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അനുമോള് മാത്രമല്ല അവിടെ ചിരിച്ചത്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അവിടെ അവർ നടന്നു വരുമ്പോൾ തന്നെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ വരുന്നത് ശ്രദ്ധിക്കുന്ന ഒരുപാട് പേര് ആ സൈഡിൽ നിൽക്കൊണ്ട് അവരിൽ ഭൂരിഭാഗം പേരും ചിരിക്കുന്നുണ്ട്. എങ്ങനെ ചിരിക്കാതിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറയുക. ഇവരുടെ കോമാളിത്തരങ്ങൾ മൊത്തവും നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്നതാണ്. ഇപ്പോൾ ഈ പമ്പയുമായിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഈ പെരേരയോട് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും നേരിട്ട് ഇവരെ കണ്ടാൽ ചിരിക്കാത്തവർ പോലും ഇരുന്ന് ചിരിച്ചു പോകും. പ്രത്യേകിച്ച് ഇവർ വരുന്ന ആ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അനുമോളെ ഞാൻ അതിൽ കുറ്റം പറയില്ല. ഒരു മരണ വീട്ടില് ഈ പറഞ്ഞ പോലെ ബിന്നി പോയപ്പോൾ ബിന്നി ചിരിച്ചു എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ബിന്നി ആണെങ്കിൽ അവിടെ ഒരു കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിന് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പരിചയക്കാരെ കാണുകയും അവരോട് ചിരിക്കുകയും ചെയ്തു. അതിനുശേഷം വെളിയിൽ വന്ന് ഹസ്ബൻഡിനോടും ചിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ഇതിനെ രണ്ടിനെ യോജിപ്പിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ശ്രമമൊന്നും ഇവിടെ നടക്കൂല. കാരണം ഇത് വെളിയിലാണ് നടക്കുന്നത്. വീട് വിട്ട് ഇറങ്ങി അനുമോള് വീട് വിട്ട് ഇറങ്ങി വെളിയിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ വരവ് കണ്ടിട്ട് അവിടെ നിന്ന് കൂടിക്കുന്നവരും ചിരിക്കുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ ഞാനൊന്ന് ആദ്യം കാണിച്ചു തരാം. ആ വീഡിയോയുടെ സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയുടെ സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അനുമോൾ അവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ പെരേരയെ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചിരിക്കുന്നതായിട്ട് ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിന് സൂം ചെയ്ത് കാണിക്കാം. ഇതിന് പുറകിൽ നിൽക്കുന്ന ആൾക്കാർ അലൻ ജോസ് പെരേരയും ഈ പമ്പ എന്ന് പറഞ്ഞ പെൺകുട്ടിയും കൂടി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ അതിന് പുറകിൽ നിൽക്കുന്ന ആൾക്കാരും ചിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാണേലും ചിരിച്ചു പോവും. അതുപോലുള്ള കോമാളിത്തരങ്ങളല്ല ഈ കാണിച്ചു കൂട്ടുന്നത്. ഓരോന്ന് അത് ഈ അലൻ ജോസ് പെരേരയുടെ കൂടെ പമ്പ മാത്രമല്ല വേറൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരന്റെ ഒരു പരാതിയുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കേൾക്കാം. അതിലും അനുമോള് തന്നെയാണ് വിഷയം. എന്തായാലും അനുമോളോടൊക്കെ റെസ്പെക്ട് തോന്നിയെന്ന് ആ സമയത്ത് ഒരുപാട് പേര് ആ വീഡിയോയിൽ, ഈ വീഡിയോ അല്ല ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ, ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകളാണ്. അപ്പൊ എവിടുത്തെ സൂപ്പർ സ്റ്റാറാന്ന് നമുക്ക് അറിയത്തില്ല. ഇങ്ങനൊക്കെ കാണിക്കുന്നവരെയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിലുള്ള മറ്റുള്ള മീഡിയക്കാർ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെടുത്ത് ഇതൊക്കെ കണ്ടന്റ് ആക്കും. അത് അവരുടെ വരുമാന മാർഗമാണ്. പക്ഷെ അതിന് കോമാളിയായിട്ട് നിന്നു കൊടുക്കുന്നത് ഈ അലൻ ജോസ് പെരേരയും ഈ പറഞ്ഞ ആറാട്ടണ്ണനും ഒക്കെയാണ്. ഇവർ രണ്ടുപേരെയും ഒരു കോമാളിയായിട്ടാണ് ഭൂരിഭാഗം ജനങ്ങളും കാണുന്നത്. ഇവർക്ക് ആരാധകരുണ്ട് എന്ന് പറയുന്ന കുറച്ചു പേരുണ്ട്. ഞാൻ അതിനകത്ത് കൂടുതൽ പേരെ നോക്കുമ്പോൾ ഫേക്ക് ഐ ഡിയിലാണ്. എന്നുവെച്ചാൽ ഇവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേര് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കും. ആ പ്രോത്സാഹനത്തിൽ ഇവർ വീഴുകയും ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്തായാലും ഞാൻ ആ പുറകിൽ നിൽക്കുന്ന ആൾക്കാരുടെ എന്ന് വെച്ചാൽ ഈ അലൻ ജോസ് പെരേരയും പമ്പയും നടന്നു വരുമ്പോൾ പുറകിൽ നിന്ന് ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോസും കാണിച്ചു തരാം. എന്തായാലും അതിപ്പോ അനുമോളെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനുമോളെന്നല്ല, ഈ അലൻ ജോസ് പെരേരയുടെ പേര് കേട്ടാല് ഒരുമാതിരി അറിയുന്നവർ, ഇവരുടെ ഈ പരിപാടികളൊക്കെ കണ്ടവർ, ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇവരുടെ റീൽസ് ഒക്കെ കാണുന്നവര്
അറിയാതെ പോലും ചിരിച്ചു പോകും. എത്ര വലിയ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളാണെങ്കിലും ചിരിച്ച് പണ്ടാരം അടങ്ങും. അപ്പൊ ആ പുറകിൽ നിൽക്കുന്നവര് ഇവരെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ചിരിക്കുന്നത് ഈ വരവൊക്കെ കണ്ടിട്ട്. അത് മാത്രമല്ല, ഇവര് സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്ന ഓരോ വാക്കുകൾ, ഈ പറയുന്ന ആറാട്ടാണെങ്കിലും ഈ പറയുന്ന പെരേരയാണെങ്കിലും, ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയും ഓരോരോ വിഷയങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മൂക്കത്ത് നമ്മൾ വിരൽ വെച്ചു പോകും. അതുപോലുള്ള എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ പറഞ്ഞു പരത്തുന്നത്. എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പിള്ളേരൊന്നും കാണത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 14, 15, 13 വയസ്സുള്ള പിള്ളേരൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അവർ കാണുമ്പോൾ തന്നെ അതിനകത്ത് ഇവര് പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൂടുതലും ഈ ആറാട്ടിനാണ് ഈ അസുഖം ഉള്ളത്. ആറാട്ടിന് ചെറിയ ഞരമ്പിന്റെ അസുഖമുള്ള പോലെയൊക്കെ ഈ ആറാട്ട് സംസാരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിന്റെ ബാലൻസ് ആണ് ഈ പറയുന്ന ഈ പെരേര. ഇവർ തമ്മിലാണ് ഇപ്പോൾ യുദ്ധം, ആരാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ള അറിയാൻ. ഇവർ തന്നെ ഒരു സൂപ്പർ സ്റ്റാറിനെ അങ്ങ് ഉണ്ടാക്കി എടുക്കുകയാണ്, ഇവരെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു വീഡിയോയുടെ ബേസിലാണ് എല്ലാവരും അനുമോള് ചിരിച്ചു എന്ന് പറയുന്നത് അനിൽ ജോസ് പെരേരയെ കണ്ടപ്പോൾ. അതും വെളിയിൽ വെച്ചാണ്, അല്ലാതെ വീട്ടിനകത്ത് വെച്ചിട്ടോ ലാലേട്ടന്റെ വീട്ടിനകത്ത് വെച്ചിട്ടോ ഒന്നുമല്ല. ലാലേട്ടന്റെ അമ്മയെ കണ്ടതിന് ശേഷം മടങ്ങി വരുമ്പോൾ വണ്ടി കയറാൻ പോകുമ്പോഴാണ് ഇത് വരുന്നത് കാണുന്നത്, ഈ പറയുന്ന അലൻ ജോസ് പെരേര വരുന്നത് കാണുന്നത്. അപ്പോൾ അലൻ ജോസ് പെരേര നോക്കി ഒന്ന് ചിരിച്ചു. അതിനെന്താണ് ഇത്രയും പ്രശ്നം? അലൻ ജോസ് പെരേര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര് കണ്ടാലും ചിരിച്ചു പോകും. ഈ കോമാളി തരത്തിന് പിന്നെ ചിരിച്ചില്ലേലേ ഉള്ളൂ പ്രശ്നം. അതുപോലെ തന്നെ ആറാട്ടിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ പുള്ളിയുടെ പേരറിയത്തില്ല കേട്ടോ. ആറാട്ടിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ നടക്കുന്ന ഒരു പുള്ളിയാണ്. സെക്രട്ടറി ആണോ ഇനി എന്തുവാണെന്ന് അറിയത്തില്ല. കൂടുതലും അവർ തമ്മിൽ ഇടയ്ക്ക് ഈ അലൻ ജോസ് പെരേരയെ അടിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഒരു വിഷയം വന്നപ്പം തല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പെരേരയെ തന്നെ ഓരോന്ന് പറഞ്ഞിട്ട്, അതും വൾഗറായ രീതിയിലുള്ള കമന്റുകൾ അടിച്ചുകൊണ്ടായിരുന്നു ആ പരിപാടി. അതൊക്കെ വൈറലാകാൻ വേണ്ടി ചെയ്യുന്നതെന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. എന്തോ ആണെങ്കിലും അവർക്കിപ്പോ ഒരു പരാതി വന്നുണ്ട്, അനുമോളെ കുറിച്ച് തന്നെയാണ്. നമുക്ക് എന്തായാലും ആ പരാതി ഒന്ന് കേൾക്കാം. അപ്പൊ ഞാനിവിടെ നിൽക്കുവായിരുന്നു. അപ്പം അനുചേച്ചി ഫ്ലാറ്റിന്റെ അവിടെ അത്ര ദൂരത്ത് നിൽക്കും. അപ്പൊ ഞാൻ പെരേരോട് പറഞ്ഞു, പെരേര അനുചേച്ചി അനുമോള് ചേച്ചി പോയാൽ നമുക്കൊന്നൊരു വീഡിയോ എടുക്കാം. ഞാൻ പ്രായം കുറവാണ്. അപ്പൊ ഞാന് ഒരൊറ്റ ഓട്ടോ ഓടി. അത് പറഞ്ഞതും ഞാൻ ഓർണക്കാലം മുമ്പ് പെരേര, അതിന് കുറെ കുറച്ച് മീഡിയക്കാരും ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി എന്ന് വിളിച്ചപ്പോ അനുചേച്ചി ആരുടെ ചേച്ചി എന്നുള്ള രീതിയിലൊരു നോട്ടം. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അനിൽ ജോസ് പെരേര വന്നേക്കണോ കണ്ടില്ലെന്ന് വെച്ചു. അപ്പം ചേച്ചി ഒരു നോട്ടം, അനിൽ ജോസ് പെരേര, ഒരു പുച്ഛം. അപ്പൊ അനിൽ ജോസ് പെരേര എന്നിട്ട് അങ്ങനെ കോട്ട് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ, വലിയൊരു ധാവണിയൊക്കെ ഇട്ടുള്ള സംഭവമാണല്ലോ. അതൊക്കെ വലിഞ്ഞു കഴിഞ്ഞ് പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കാനൊന്നും താല്പര്യമില്ല എന്ന രീതിയിൽ വിടും. അന്ന് മുതൽ ഭയങ്കര സങ്കടം. ഈ പുള്ളി പോയിട്ട് പറയുന്നത്, ചേച്ചി അലൻ ജോസ് പെരേര വന്നിരിക്കുന്നുവെന്ന്. അപ്പം ഈ അനുമോള് ചോദിച്ചു അലൻ ജോസ് പെരേര ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമല്ലേ, ഈ അലൻ ജോസ് പെരേര ആരാണ്? അപ്പോഴത്തേക്ക് എന്തോ ഇൻസൾട്ട് ചെയ്ത രീതിയിൽ സംസാരിച്ചു, ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തില്ല എന്നുള്ളൊക്കെയുള്ള കംപ്ലൈന്റ് ആണ് മോലാളിക്ക്. ഈ പറയുന്ന ആളാണ് ഈ അലൻ ജോസ് പെരേരയെ കൂടെ കൊണ്ട് നടക്കുകയും ഓരോ പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കുന്ന വീഡിയോ എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവരാണ് ഓരോ കോമാളി തരത്തിൽ കൂട്ടു നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഇവരും കോമാളികളാണ് അതിനകത്ത്. അനുമോള് ചോദിച്ചു അലൻ ജോസ് പെരേര ആരാണെന്നുള്ളത്. പക്ഷെ ഞാൻ അതിന് താഴെയുള്ള കമന്റുകളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. വേറൊന്നുമല്ല, ഇവനാരോ സൂപ്പർ സ്റ്റാർ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അലൻ ജോസ് പെരേര ആരാ പറഞ്ഞ ഉടനെ കേൾക്കാൻ. അനുമോൾക്ക് അറിയത്തില്ല എന്ന് ഞാൻ 100% പറയുന്നില്ല, അനുമോൾക്ക് ഉറപ്പായിട്ടും അറിയാം. പക്ഷെ അനുമോൾ അവിടെ അറിയില്ല എന്ന് നടിച്ചു. അത് അനുമോൾക്ക് നല്ലതാണ് അനുമോൾക്ക് തോന്നി, മറ്റൊന്നുമല്ല. ഇവരിനി അനുമോളുടെ കൂടെ വന്നിട്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ പോയെന്നാണ് പറയുന്നത്. അനുമോളുടെ കൂടെ പോയി നിന്ന് അനുമോളെ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അനുമോളുടെ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ള കാര്യം അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അനുമോൾ അവിടെ ആരാണ് അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിഞ്ഞു മാറിയത്. എന്തായാലും ആ ഒഴിഞ്ഞു മാറിയതിനെ ഭയങ്കരമായി സപ്പോർട്ട് കൂടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ കോമാളികൾക്ക് വേണ്ടിയാണ് കുറെ പേര് കിടന്നുകൊണ്ട് ഈ അനുമോള് അവിടെ പോയപ്പോഴത്തേക്ക് അലൻ ജോസ് പെരേരയെ കണ്ടിട്ട് ചിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി വിടുന്നത്. ഇതിന്റെ സത്യാവസ്ഥ ഇതാണ്. അനുമോൾക്ക് തന്നെ ഈ ഫാൻസ് ഉള്ളതുപോലെ തന്നെ കൂടുതലും ഹേറ്റേഴ്സും ഉണ്ട്. അപ്പം ഈ ഹേറ്റേഴ്സ് ഇതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാനല്ലേ ശ്രമിക്കത്തുള്ളൂ. അവർക്ക് ഈ അലൻ ജോസ് പെരേര ആണെങ്കിലും ഈ പറയുന്ന ആറാട്ടണ്ണനാണെങ്കിലും അവര് അനുമോളെ ചേർത്താണ് പറയുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും മറ്റവരെ സപ്പോർട്ട് ചെയ്യും. വെച്ചാൽ അനുമോളുടെ ഹേറ്റേഴ്സിന് അനുമോളോട് ഇപ്പോഴും ആ ഒരു ഹേറ്റ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പം പഴയതുപോലൊന്നും ഇല്ല, കുറച്ചൊക്കെ ഉള്ളൂ, അതും കുറച്ചു പേര്. അനുമോളാണെങ്കിൽ അലൻ ജോസ് പെരേര ആരാണ് ഈ അലൻ ജോസ് പെരേര എന്ന് ചോദിച്ചല്ലോ, ആ ഒരു ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഈ മരണ വീട്ടിലേക്ക് വരുമ്പോൾ ഈ അലൻ ജോസ് പെരേര
ഈ പറയുന്ന പമ്പയുടെ കയ്യും പിടിച്ചുകൊണ്ട് വരുന്നത്. ഈ ന്യായീകരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കയറുക, എന്നിട്ട് ഈ അലൻ ജോസ് പെരേര എന്നടിച്ചാലും മതി. എന്നിട്ട് അലൻ ജോസ് പെരേര പമ്പ എന്നൊക്കെ അലൻ ജോസ് പെരേര എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെ റീൽസ് വരും. നിങ്ങൾ ഈ പമ്പയുമായിട്ടുള്ള കുറെ റീൽസ് കാണുക, ഇവർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക ചിരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഏത് പബ്ലിക്കിൽ വെച്ച് കണ്ടാലും, എത്ര മരണ വീട്ടിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞാലും, ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് വരുമ്പോൾ ആരാണെങ്കിലും ചിരിച്ചു പോകും എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.